ഇറാൻ യുദ്ധം മൂന്നാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഹോർമൂസ് കടലിടുക്കിന് ശേഷം ബാബ അൽ മണ്ടേബ് അടയ്ക്കുമോ എന്നാണ്. ടെഹ്റാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമായ യമൻ ഹൂത്തി ഗ്രൂപ്പ് തങ്ങളുടെ വിരലുകൾ ട്രിഗറിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. യുദ്ധത്തിൽ ചേരുന്ന ഹൂതികൾ ആഗോള വ്യാപാരത്തിന്റെ മറ്റൊരു നിർണായക ധമനിയെയും ശ്വാസം മുട്ടിച്ചേക്കാം. ബാബ് അൽ മന്ദേബ് ചെങ്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും മെഡിറ്ററേനിയൻ കടലുമായും പിന്നീട് അറ്റ്ലാന്റിക് സമുദ്രവുമായും ബന്ധിപ്പിക്കുന്നു. ഏഷ്യ യൂറോപ്പ് വ്യാപാരത്തിന് ഈ പാത പ്രധാനമാണ്. ബാബ് അൽ മന്ദേബിനെ വളരെ കാലമായി ഭീഷണിപ്പെടുത്തുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഹൂതികൾ ഈ പാത തടയാൻ നീങ്ങിയാൽ പ്രത്യാഘാതങ്ങൾ അത്രയും ഗുരുതരമായിരിക്കും. പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫിലെ ഹോർമൂസ് കടലിടുക്ക് യുദ്ധത്തിനിടയിൽ ഞെരുക്കത്തിൽ തുടരുന്ന സമയമാണ്. യുദ്ധം കൂടുതൽ വിശാലവും വൃത്തികെട്ടതുമാകും എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ. ബാബ് അൽ മണ്ടേബ് തടയപ്പെട്ടാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനു പുറമെ ആഗോള വ്യാപാരം ഒരു വലിയ ആഘാതം നേരിടേണ്ടി വരും. ലോകത്തിലെ സമുദ്രോപരിതല എണ്ണയുടെ ഏകദേശം 30% ഈ റൂട്ടുകൾ ഒരുമിച്ച് വഹിക്കുന്നുണ്ട്. കൂടാതെ ഏഷ്യ യൂറോപ്പ് സമുദ്ര വ്യാപാരത്തിന്റെ ഒരു പ്രധാന പങ്ക് സുയസ് കനാൽ വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. സൗദി അറേബ്യ ചെങ്കടലിന്റെ പ്രവേശന കവാടത്തിലെ കടലിടുക്കിലൂടെ ഒരു ബദൽ എണ്ണ വിതരണ പാത ആരംഭിച്ചിരുന്നു എന്ന വസ്തുത കണക്കിലെടുത്താൽ ബാബ് അൽ മണ്ടേബിന്റെ അടച്ചുപൂട്ടലും പ്രാധാന്യമർഹിക്കുകയാണ്. ഇറാനെതിരായ ഇസ്രായേൽ അമേരിക്കൻ സംയുക്ത യുദ്ധത്തിന്റെ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് യമനിലെ ഹൂതികളിൽ നിന്നുള്ള മുന്നറിയിപ്പ് വന്നത്. വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് തന്റെ സൈന്യം പ്രകോപനത്തിന് വിരൽ ചൂണ്ടുന്നു എന്നും സംഘർഷം വ്യാപിച്ചാൽ ഇടപെടാൻ തയ്യാറാണെന്നും ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി പറഞ്ഞു. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ ഇറാനെതിരായ പോരാട്ടത്തിൽ പങ്കുചേർന്നാൽ അല്ലെങ്കിൽ ടെഹ്റാനെതിരായ ആക്രമണം ശക്തമാക്കിയാൽ കപ്പൽ പാതകളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങും എന്ന് തന്നെയാണ് ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയത്. യമനെ, ജിബൂട്ടി, എറിട്രിയ എന്നിവയിൽ നിന്നും വേർതിരിക്കുന്ന ഇടുങ്ങിയ സമുദ്ര ചോക്ക് പോയിന്റായ ബാബ് അൽ മന്ദേബിലായിരിക്കും ഹൂതികളുടെ ശ്രദ്ധ. ഭീഷണി ഗൗരവമായി എടുക്കാനും കൂടുതൽ കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ബാബ് അൽ മന്ദേബിനെ ശ്വാസം മുട്ടിക്കാൻ ഹൂതികൾ മുമ്പും ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും അങ്ങനെ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഹൂതികളുടെ നേതാക്കളായ ടെഹ്റാനിൽ നിന്നും ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഇറാൻ തങ്ങളുടെ സമുദ്ര സൈനിക നീക്കങ്ങൾ രണ്ടാമത്തെ തന്ത്രപ്രധാനമായ ഒരു മേഖലയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് ഒരു മുതിർന്ന ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥനും അഭിപ്രായപ്പെട്ടു. അൽ ജസീറയുടെ റിപ്പോർട്ട് അനുസരിച്ച് സംഘർഷം ഉടൻ തന്നെ വിശാലമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴിമാറും. ബാബ് അൽ മന്ദേബ് കടലിടുക്കിലേക്ക് സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത ഉൾപ്പെടെ ടെഹ്റാനിൽ ഇനിയും നിരവധി തന്ത്രങ്ങൾ കളിക്കാനുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ഭീഷണി വരുന്നതിന് മുൻപ് തന്നെ അത്തരം തന്ത്രങ്ങളെ കുറിച്ചുള്ള ഭയം ഇതിനകം തന്നെ ഉയർന്നിട്ടുണ്ട്. മാർച്ച് 1 വന്ന ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഷിപ്പിംഗ് ഭീമനായ മസ്ക് ചെങ്കടൽ വഴിയുള്ള ചില ഗതാഗതങ്ങൾ താൽക്കാലികമായി നിർത്തിയിരുന്നു. സൈനിക സംഘർഷം വർദ്ധിച്ചതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സുരക്ഷാ സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുന്നതിനാൽ ബാബ് അൽ മന്ദേബ് കടലിടുക്ക് വഴിയുള്ള ഭാവി ട്രാൻസ് സൂയസ് കപ്പലോട്ടങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തങ്ങൾ തീരുമാനിച്ചു എന്നാണ് ഡാനിഷ് കണ്ടെയ്നർ ഷിപ്പിംഗ് ഗ്രൂപ്പായ മസ്ക് പറഞ്ഞത്. 2023 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ച ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഹൂതികൾ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചു. ലബനനിലെ ഹിസ്ബുള്ള, ഇറാഖിലെ മിലിഷ്യകൾ, ഗാസയിലെ ഹമാസ്, യമൻ ഹൂതികൾ തുടങ്ങിയവ ടെഹ്റാന്റെ സ്റ്റേറ്റ് സഖ്യകക്ഷികളാണ്. ഇതാണ് പ്രതിരോധത്തിന്റെ അച്ചുതണ്ട് എന്ന് വിളിക്കുന്നതിനെ രൂപപ്പെടുത്തുന്നത്. ഇസ്രായേലികൾക്ക് ഇത് തിന്മയുടെ അച്ചുതണ്ടാണ്. യുദ്ധം വ്യാപിച്ചാൽ ഈ ഗ്രൂപ്പുകൾ അമേരിക്കയും ഇസ്രായേലികളെയും നേരിട്ടും അല്ലാതെയും സമ്മർദ്ദത്തിലാക്കാൻ പുതിയ മുന്നണികൾ തുറന്നേക്കാമെന്നും വിശകലനമുണ്ട്. എന്നാലും ഹിസ്ബുള്ളയും ഹമാസും വർഷങ്ങളായി ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ തകർന്നിരിക്കുകയാണ്. ഇത് യുദ്ധം കൂടുതൽ വഷളാക്കാനുള്ള അവരുടെ കഴിവിനെ ഗണ്യമായി കുറയ്ക്കും. എന്നാൽ അറേബ്യൻ ഉപദ്വീപിന്റെ തെക്കേറ്റത്ത് ബാബ് അൽ മന്ദേബിന് സമീപം കഴിയുന്ന ഹൂതികൾ അവരുടെ ആയുധ ശക്തി വലിയ തോതിൽ സംരക്ഷിച്ചു വരികയാണ്. കണ്ണുനീരിന്റെ കവാടം എന്നാണ് ബാബ് അൽ മന്ദേബിന്റെ അർത്ഥം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര ചോക്ക് പോയിന്റുകളിൽ ഒന്നാണ്. ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് ഏകദേശം 29 കിലോമീറ്റർ വീതിയുള്ള ഈ കടലിടുക്ക് ചെങ്കടലിനെ ഏദൻ ഉൾക്കടലുമായും വിശാലമായ ഇന്ത്യൻ മഹാസമുദ്രവുമായും ബന്ധിപ്പിക്കുന്നു. സൂയസ് കനാൽ വഴി യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിൽ സഞ്ചരിക്കുന്ന ഏതൊരു കപ്പലും ഇതിലൂടെയാണ് കടന്നു പോകേണ്ടത്. ബാബ് അൽ മന്ദേബ് വഴി സൂയസ് കനാലിലൂടെ കപ്പലുകൾക്ക് കടന്നുപോകാൻ സാധിച്ചില്ലെങ്കിൽ അവ ആഫ്രിക്കൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റമായ ഗുഡ് ഹോപ്പ് മുനമ്പിന് ചുറ്റും വഴിതിരിച്ചു വിടേണ്ടി വരും. അങ്ങനെ ചെയ്താൽ ഒരു സാധാരണ 20-25 ദിവസത്തെ ഏഷ്യ യൂറോപ്പ് യാത്ര ഏകദേശം 40ഓളം ദിവസമാകും പൂർണ്ണമാകാൻ. യാത്രയിൽ ഏകദേശം 15 ദിവസങ്ങൾ കൂടി അധികമായി വരും. ആഗോള വ്യാപാരത്തിന്റെ ഏകദേശം 12%, കടൽമാർഗ എണ്ണയുടെ 10%, ഗണ്യമായ അളവിൽ ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവ ഈ ഇടനാഴിയിലൂടെയാണ് കടന്നുപോകുന്നത്. 2023 മാത്രം പ്രതിദിനം ഏകദേശം 8 ദശലക്ഷം ബാരൽ എണ്ണയും വലിയ LNG കയറ്റുമതിയും ഈ വഴി കടന്നുപോയി എന്നാണ് കണക്കുകൂട്ടലുകൾ. 2014 സന പിടിച്ചെടുത്തതു മുതൽ യമന്റെ ചെങ്കടൽ തീരപ്രദേശം നിയന്ത്രിച്ച ഹൂതികൾ മേഖലയിലെ കപ്പലുകളെ ആവർത്തിച്ച് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. 2023 ഗാസ യുദ്ധകാലത്ത് വാണിജ്യ കപ്പലുകൾക്ക് നേരെ 100-ലധികം ആക്രമണങ്ങൾ സംഘം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഈ ആക്രമണങ്ങൾ ഡസൻ കണക്കിന് ഷിപ്പിംഗ് കമ്പനികളെ ആഫ്രിക്കയിൽ ഉടനീളമുള്ള കപ്പലുകൾ വഴിതിരിച്ചുവിടാൻ നിർബന്ധിതരാക്കി. ഇത് യാത്രകൾക്ക് ദിവസങ്ങളുടെ ചിലവും കോടിക്കണക്കിന് അധിക ചിലവും വർദ്ധിപ്പിച്ചു. ഡ്രോണുകൾ, കപ്പൽ വേധ മിസൈലുകൾ, അതിവേഗ ആക്രമണ ബോട്ടുകൾ എന്നിവയുടെ മിശ്രിതത്തെ ആശ്രയിച്ചാണ് ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്.
പലപ്പോഴും വിശകലന വിദഗ്ധർ ഇതിനെ കൂട്ടതന്ത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. മേഖലയിലെ നിരീക്ഷണ കപ്പലുകൾ കൈമാറുന്ന വിവരങ്ങൾ ലക്ഷ്യമിടുന്നതുൾപ്പെടെ ഇറാനിൽ നിന്ന് ഹൂതികൾക്ക് രഹസ്യാന്വേഷണ ആയുധ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും പുതിയ ഭീഷണികളെ വെറും വാചകങ്ങളായി തള്ളിക്കളയാനാവില്ല. ബാബൽ മന്ദേബിനെ ഞെരുക്കുന്നതിൽ ഹൂതികൾ വിജയിച്ചാൽ ആഗോള വ്യാപാരത്തിന് അതിന്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. സാമ്പത്തിക സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്താൽ അത് ചില വിധങ്ങളിൽ കൂടുതൽ വിനാശകരമായിരിക്കും, പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയോടൊപ്പം. ഹോർമൂസ് കടലിടുക്ക് എണ്ണ കയറ്റുമതിയും വിലയും ഇതിനകം തന്നെ ബാധിച്ചിട്ടുണ്ട്. ബാബൽ മന്ദേബിലെ ഏതെങ്കിലും അസ്ഥിരത കണ്ടെയ്നർ ഷിപ്പിങ്ങിനെ കൂടുതൽ വഷളാക്കുകയും ഊർജ്ജ വിലകൾ മേൽക്കൂര കടക്കാൻ ഇടയാക്കുകയും ചെയ്യും. ഹൂതികൾ ഇറാനുമായി പൂർണ്ണ സൈനിക സഖ്യത്തിൽ ഏർപ്പെടുകയും മറ്റൊരു പ്രധാന ജലപാത ബാബൽ മന്ദേബ് അടച്ചുപൂട്ടുകയും ചെയ്താൽ ചെങ്കടൽ പൂർണ്ണമായും നിരോധിത മേഖലയായി മാറും. എണ്ണവില വീണ്ടും പൊട്ടിത്തെറിക്കും. ആഗോള വ്യാപാരം കൂടുതൽ സ്തംഭിക്കും. ആഗോള വിതരണ ശൃംഖലകളിൽ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ നീങ്ങുന്ന ഇലക്ട്രോണിക്സ് യന്ത്രങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, ഉപഭോക്തൃ വസ്തുക്കൾ എന്നിവയ്ക്ക് കാലതാമസവും ഉയർന്ന ഷിപ്പിംഗ് ചെലവും നേരിടേണ്ടി വരും. ഊർജ്ജ വിപണികളും ശക്തമായി പ്രതികരിച്ചേക്കാം. ഹോർമൂസ് എണ്ണവില സ്തംഭിച്ചതോടെ ക്രൂഡ് ഓയിൽ വില $100 ബാബൽ മന്ദേബും സ്തംഭിച്ചാൽ ഇനിയും വില വർധനവുണ്ടാകാം. ആഗോള വിപണികളിൽ അസംസ്കൃത എണ്ണവില കുതിച്ചുവരികയാണ്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നിവ ഉൾപ്പെട്ട രൂക്ഷമായ യുദ്ധം ഊർജ്ജ വിതരണത്തെ തടസ്സപ്പെടുത്തുകയും പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളെ തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ എണ്ണവില 40%-ലധികമാണ് ഉയർന്നിരിക്കുന്നത്. ഉപദ്വീപിൽ ചുറ്റി സഞ്ചരിക്കുന്നത് കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ വർധനവിന് കാരണമാകും. ചില റൂട്ടുകൾ ഫലത്തിൽ ഇൻഷുറൻസ് ഇല്ലാത്തതായി മാറുകയും ചരക്കൊഴുക്ക് ഗണ്യമായി മന്ദഗതിയുകയും ചെയ്യും. ബാബൽ മന്ദേബിനെ തടയുന്നതിൽ നിന്ന് ഇറാനും ഹൂതികളും എന്ത് നേട്ടമാണ് നേടിയത് എന്ന് ആലോചിക്കുമ്പോൾ ട്യൂണീസിലെ കൊളംബിയ ഗ്ലോബൽ സെന്റർ ഡയറക്ടർ യൂസഫ് ഷെരീഫ് പറയുന്നത് ഹൂതികൾ ബാബൽ മന്ദേബിനെ തടയുന്നത് ഇറാന്റെ 3-ഘട്ട തന്ത്രത്തിന്റെ ഭാഗമാണെന്നാണ്. ആദ്യം ഹോർമൂസിനെ തടഞ്ഞ ഇറാന്റെ ആക്രമണങ്ങൾ, പിന്നെ ഇസ്രയേലിനെ വ്യതിചലിപ്പിക്കുന്ന ലെബനനെതിരായ ആക്രമണങ്ങൾ, അടുത്തതായി ബാബൽ മന്ദേബിനെ തടയുന്ന ഹൂതികൾ വരും എന്നാണ് ഒരു പോസ്റ്റിൽ പറയുന്നത്. UAE ആസ്ഥാനമായുള്ള നിക്ഷേപകനും തന്ത്രപരമായ വിദഗ്ധനുമായ മുഹമ്മദ് എൽദോ ഗ്ലോബൽ സെക്യൂരിറ്റി റിവ്യൂവിലെ ഒരു ലേഖനത്തിൽ ഫെബ്രുവരി 28-ന് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം ആരംഭിക്കുന്നതിനു മുമ്പ് എഴുതിയത് ചെങ്കടലിലെ അസ്ഥിരത 3 കാരണങ്ങൾ കാരണം തുടരാൻ സാധ്യതയുണ്ട് എന്നാണ്. ബാബൽ മന്ദേബിന്റെ ഭൂമിശാസ്ത്രപരമായ ലിവറേജും അദ്ദേഹം എടുത്തു കാണിക്കുന്നു. ഇത് ആഗോള വ്യാപാരത്തിന് പകരം വയ്ക്കാനാവാത്തതാണ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർബാനൂസ്.